പാലക്കാട് പറളിയിൽ സഹപാഠിയുടെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കാഴ്ച നഷ്ടമായി. പറളി ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഇടതു കണ്ണിന്റെ കാഴ്ചയാണ് 40% നഷ്ടമായത്. പോലീസിൽ പരാതി നൽകിയതിനാൽ സ്കൂൾ അധികൃതർ നടപടിയെടുത്തില്ലെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു. ഞാൻ ബെഞ്ചിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുത്തൻ വന്ന് തല്ലി. അപ്പോൾ എനിക്ക് നല്ല വേദനിച്ചപ്പോൾ ഞാൻ തിരിച്ചെടുത്തു. അപ്പോൾ വേറെ ഒരുത്തൻ വന്നിട്ട് വീട്ടിലിട്ടിട്ട് ആ തല്ലിയവൻ മേലക്ക് എറിയുന്ന കണ്ണിക്ക് കുത്തിയായിരുന്നു. 10ൽ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ക്ലാസ്സിൽ അടിയുണ്ടായി. അതാ അച്ഛൻ്റെ പേര് എന്താ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് അടിയായപ്പോൾ ഞാൻ തല്ലി. എന്നിട്ട് പിന്നെ അതിൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ ഇപ്പോൾ തല്ലിയെന്നാണ് പറയുന്നത്. അപ്പോൾ ആ തല്ലിൽ എനിക്ക് കണ്ണിൽ ഒരു നല്ല അടി കിട്ടി. അപ്പോൾ പകുതി കാഴ്ച മങ്ങിയിട്ടാണ് കാണുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് നമ്മോടൊപ്പം. അരുൺ, കൂടെ കുട്ടികൾക്കിടയിൽ തമ്മിലുള്ള ഇത്തരത്തിലുള്ള ക്രൂരമായ തമ്മിലടികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് സഹപാഠികളുടെ മർദ്ദനത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചത്. ഇന്ന് വീണ്ടും സഹപാഠികളുടെ മർദ്ദനത്തിൽ ഒരു കുട്ടിയുടെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദവിവരങ്ങൾ? സഹപാഠികൾ തമ്മിലുണ്ടാകുന്ന ആക്രമണത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുന്ന സംഭവം പാലക്കാട് ജില്ലയിലും തുടർക്കഥയായി മാറുകയാണ്. നമ്മൾ ഇന്നലെ തന്നെ ഈ ഒറ്റപ്പാലം ഭാഗത്ത് ഇത്തരത്തിൽ വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ എല്ല് പൊട്ടിയതും അതുപോലെ കണ്ണിന് പരിക്ക് പറ്റിയതും അതുപോലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിയെ കത്തിക്കൊണ്ട് കുത്തിയത് ഉൾപ്പെടെയുള്ള വാർത്തകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ മറ്റൊരു കാര്യമുള്ളത്, കഴിഞ്ഞ നവംബറിൽ നടന്ന ഒരു സംഭവമാണ്. കഴിഞ്ഞ നവംബറിൽ പറളിയിൽ സഹപാഠിയുടെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിക്ക് ഇപ്പോൾ കാഴ്ച നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. ഹിണാവല്ലൂർ സ്വദേശിയായ പറളി ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ഇടത് കണ്ണിന്റെ കാഴ്ച 40% നഷ്ടമായിരിക്കുന്നത്. ഈ മുൻവൈരാഗ്യത്തിന്റെ പേരിൽ സഹപാഠി നിലത്ത് വീഴ്ത്തി കണ്ണിലേക്ക് ഇടിക്കുകയായിരുന്നു എന്നാണ് വിദ്യാർത്ഥി പറയുന്നത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതിനാൽ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചതായി കുട്ടിയുടെ പിതാവ് പറയുന്നുണ്ട്. ഏതായാലും ഈ സംഭവം നടന്നത് നവംബറിലാണ്. നവംബറിൽ നടന്നതിന് ശേഷം ഈ വിദ്യാർത്ഥിയുമായി രക്ഷിതാവും ബന്ധുക്കളും കോയമ്പത്തൂരിൽ ഉൾപ്പെടെ ചികിത്സ തേടിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ചികിത്സ തേടി വിവിധ ഇടങ്ങളിൽ ചികിത്സയ്ക്ക് പോയതിനു ശേഷമാണ് കുട്ടിയുടെ കാഴ്ചയ്ക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇവർ തിരിച്ചറിയുന്നത്. ഇടത് കണ്ണിന് 40% കാഴ്ച കുറഞ്ഞിരിക്കുന്നു ഈ വിദ്യാർത്ഥി സഹപാഠിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ട് എന്നുള്ളതാണ് രക്ഷിതാക്കളും മറ്റും പറയുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വേണം പറയാൻ. കാരണം രക്ഷിതാവ് ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ പരാതി നൽകിയെങ്കിലും മറ്റ് നടപടികളിലേക്ക് ഒന്നും തന്നെ സ്കൂൾ കടന്നില്ല എന്നുള്ളൊരു വലിയ ആരോപണവും അവർ ഉന്നയിക്കുന്നുണ്ട്. സ്കൂളിനോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷേ സ്കൂൾ പറയുന്നത് പോലീസിൽ പരാതി നൽകിയിരിക്കുകയല്ലേ, അതുകൊണ്ട് അതിൽ തങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന തരത്തിൽ സ്കൂൾ അധികൃതർ പ്രതികരിച്ചു എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. ഏതായാലും ഈ കുട്ടിയുടെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന തരത്തിൽ ഈ സഹപാഠിയുടെ ആക്രമണം പോയിരിക്കുന്നു എന്നുള്ള വലിയ ദയനീയമായ ഒരു അവസ്ഥയാണ് ഈ പറളിയിൽ സംഭവിച്ചിരിക്കുന്നത്. അരുൺ, എന്ത് കാരണത്താലാണ് സഹപാഠികൾ ഇത്തരത്തിൽ അതിക്രൂരമായി കുട്ടിയെ മർദ്ദിച്ചത്? മുൻവൈരാഗ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള അരുൺ തുടരുക. ഇപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ ബന്ധു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ കുട്ടിയുടെ കാഴ്ച പരിമിതി 40% കുറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പോലീസിൽ പരാതി നൽകിയതിനാൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് നടപടിയെടുക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശദീകരണം? കഴിഞ്ഞ നവംബറിലാണ് സംഭവിച്ചിരിക്കുന്നത്. ക്ലാസ് റൂമിൽ വെച്ചിട്ട് കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥി തന്നെയാണ് നിലത്ത് താഴ്ത്ത് വീഴ്ത്തിയിട്ടിട്ട് മേലെ കയറി ഇരുന്ന് കണ്ണിലേക്ക് അടിച്ചതാണ് സംഭവം. നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തു, 40% പോയി. ഇനി മുന്നോട്ട് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല എന്നാണ് നമ്മൾ പോയ ഹോസ്പിറ്റലിനൊക്കെ നമുക്ക് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സ്കൂൾ അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് ഞങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യൂ, അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്കൂൾ ഭാഗത്തുനിന്ന് പറയാം. അതായത് ഇത് ക്ലാസ് റൂമിൽ വെച്ച് നിന്ന് നടന്ന അടി സ്കൂളിന് പുറത്ത് വെച്ചതായിട്ടാണ് ഇപ്പോൾ അവർ വരുത്തി തീർത്തുകൊണ്ടിരിക്കുന്നത് സ്കൂളുകാർ. അതായത് ഓരോ പാരന്റ്സിന്റെ അടുത്തും ഓരോ രീതിക്കാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മോശമായൊരു ഇതാണ് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ ആ കുട്ടി അടിച്ച പയ്യനെതിരെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ പാരന്റ്സ് പോയി പറഞ്ഞ കംപ്ലൈന്റ് ആ കുട്ടിക്കെതിരെ ഒരു നടപടി ഇന്ന് വരെ അവരെടുത്തിട്ടില്ല. ആ കുട്ടി ഇപ്പോഴും സ്കൂളിൽ വന്നിട്ട് അവനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടിനെ ഈ സ്കൂളുകാർ. അതാണ് ഇപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മർദ്ദനം ഉണ്ടായത്? നേരത്തെ ഈ 10ാം ക്ലാസ്സാണ് ഇപ്പൊ പഠിക്കുന്നത്. അപ്പൊ ഈ 10ാം ക്ലാസ് സ്റ്റാർട്ടിങ്ങിൽ ആ കുട്ടിയെ അടിച്ച പയ്യൻ തന്നെ നമ്മുടെ പയ്യന്റെ അച്ഛനെ പറ്റി ഒരുപാട് മോശമായ വാക്കുകൾ പറഞ്ഞതുകൊണ്ട് അന്ന് ചെറിയൊരു വഴക്കുണ്ടായിട്ടുണ്ട് ഇവർ തമ്മിൽ. അത് നമ്മൾ സോൾവ് ചെയ്ത് അവര് സോറി പറഞ്ഞ് സോൾവ് ചെയ്തായിരുന്നു. പക്ഷെ ആ പക മനസ്സിൽ വെച്ച്, ആ വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ടാണ് ഈ കുട്ടി ഇന്ന്
ഈ നവംബറിൽ ഈ കുട്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് ഈ അടിച്ചതിന് ശേഷം ആ കുട്ടി പറയുകയും ചെയ്തു, നേരത്തെയുള്ള വൈരാഗ്യം മൂലമാണ് ഞാൻ നിന്നെ അടിച്ചിരിക്കുന്നത് എന്നുള്ളത് ആ കുട്ടി പറയുകയും ചെയ്താണ് നമ്മുടെ പയ്യന്റെ അടുത്ത്. ശരി, ഇപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ട വിദ്യാർത്ഥിയുടെ ബന്ധുവാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. അരുൺ തുടരുന്നുണ്ട് പാലക്കാട് നിന്ന്. അരുൺ, ഇപ്പോൾ കുട്ടിയുടെ ബന്ധു നമ്മളോട് പറഞ്ഞത് മുൻവൈരാഗ്യത്തിന്റെ പേരിലാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത് എന്നാണ്. വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. മുൻവൈരാഗ്യത്തെ തുടർന്നാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ തുടർക്കഥയായി മാറുന്ന ഒരു സാഹചര്യവുമുണ്ട്. കാരണം വിദ്യാർത്ഥികൾക്കിടയിൽ പലപ്പോഴും ചെറിയ ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു, അത് പിന്നീട് വലിയ വഴക്കുകളിലേക്കും വലിയ പ്രശ്നങ്ങളിലേക്കും പോകുന്നു എന്നുള്ളതാണ്. അത് കോളേജുകളിൽ മാത്രമല്ല, ഹൈസ്കൂളിലും യു പിയിലുള്ള വിദ്യാർത്ഥികൾ പോലും, യു പി വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന തരത്തിൽ പല സംഭവങ്ങളായി ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പറളിയിലെ സംഭവത്തിലാണെങ്കിൽ കണ്ണിനെ നമുക്കറിയാം, വിദ്യാർത്ഥിയുടെ കണ്ണിന്റെ 40% കാഴ്ച വരെ കുറഞ്ഞു എന്ന് പറയുമ്പോൾ അത്രത്തോളം വളരെ ഗുരുതരമായ വിഷയമാണ് എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ ഈ ബന്ധുക്കൾ പറയുന്നത് വെച്ചാണെങ്കിൽ, രക്ഷിതാക്കൾ പറയുന്നത് വെച്ചാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ ഇതിൽ സ്കൂൾ അധികൃതർ നടപടി എടുക്കേണ്ടതായിരുന്നു. സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. ഏതായാലും സംഭവത്തിൽ ഈ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അരുൺ, ഈ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ ഈ വിഷയത്തിൽ? സ്കൂൾ ഇതുവരെ മറ്റ് പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. സ്കൂൾ അധികൃതർ നേരത്തെ ഈ രക്ഷിതാക്കളോട് മാത്രം പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലാണ്. അതായത് കാഴ്ച ഈ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഇനി തങ്ങൾക്ക് അതിൽ ഇടപെടാനാവില്ല എന്ന തരത്തിൽ അത് ഒരു കൈയൊഴിയുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. ശരി, പാലക്കാട് നിന്ന് അരുണാലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. പറളിയിലാണ് സഹപാഠിയുടെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കാഴ്ച നഷ്ടമായത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഇടത് കണ്ണിൻ്റെ കാഴ്ചയാണ് 40% നഷ്ടമായിരിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയതിനാൽ സ്കൂൾ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്.